ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയച്ചിട്ടുണ്ടോ വാട്സപ്പിൽ? ആ സൗണ്ട് റെക്കോർഡിംഗ് ഇപ്പം വേണം പോയി. ഹലോ 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 പറഞ്ഞേക്കട്ടാ. ഇന്നലെ ഞാൻ സ്റ്റോറി അത് ഡിലീറ്റ് ആക്കിയതാരാ? ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സ്റ്റോറി ഡിലീറ്റ് ആക്കിയതാരാ? പിന്നെ അതാരാ ഡിലീറ്റ് ആക്കണ്ട? എന്റെ പാസ്വേഡ് അറിയുന്നത് ഒരാളല്ലേ ഉള്ളൂ. ഞാൻ നിന്നോട് ചോദിക്കാൻ പാസ്വേഡ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മോളെ, അത് നീ ഒന്ന് ചിന്തിച്ചോ. ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ വേറെ ആരാണെങ്കിലും ഓക്കെ അത് വിട്ടെ. പിന്നെ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളറിയില്ലല്ലോ. സിദ്ധാർത്ഥ ഫ്രണ്ട് അല്ലേ പഴയ കൂടെ പഠിച്ചേ? അത് എന്നോട് പറഞ്ഞു. ഓൻ പറഞ്ഞിട്ട് എനിക്ക് സിദ്ധാർത്ഥനെ അറിയൊന്നുമില്ല. അറിയില്ല. എനിക്ക് അവളോട് ചോദിച്ചു നിനക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞാൻ പറഞ്ഞ പണ്ട് ചെറുതിലെ വഴി ഇവരെ കൂടെ പഠിച്ചാണ്. അവളിപ്പത് ബന്ധുവാണ്. ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്നിട്ട് വെച്ചാല് അവള് അറിയാത്തൊരു വീട്ടിൽ കയറ്റുന്നത് അവള് ബെസ്റ്റ് ഫ്രണ്ട് നിനക്ക് പോലും അറിയാത്ത. ഓന്റെ അച്ഛനമ്മ ഇവിടെ വന്നിനി. ഓന്റെ അച്ഛനമ്മ ഓൻ വന്നതിന് ശേഷം അവനെ കൂട്ടാൻ വേണ്ടിട്ട് ഓന്റെ അച്ഛനമ്മയും വന്നിനി. അതൊന്നും അവൾക്ക് അറിയില്ല. അവളെന്നോട് പറഞ്ഞു നീ എന്താ അതൊന്നും നോക്കാത്തെ, നീ എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ടുള്ള വീട്ടിൽ വന്നു, അതിനിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അവളോട്. അവളൊരുമാതിരി എന്നെ ഇതാക്കിയിട്ട് എന്നോട് കുറെ സംസാരിച്ചു. മനസ്സിലായ? അത് വിട്ട് ഞാൻ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്, ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്പം ഏട്ടനറിയാം ഞാൻ ഏട്ടൻ എങ്ങനെയാ കണ്ടത് അറിയാലോ. സീരിയസ് ആയിട്ടാ നോക്കിയാൽ എനിക്ക് ഏട്ടനറിയാം, നന്നായിട്ട് അറിയാം. ഏട്ടൻ പാവാണ്, ഏട്ടൻ നല്ലോണം സ്നേഹിച്ചെന്നറിയാം. അറിയാം, പറഞ്ഞു കേൾക്ക്. പക്ഷെ ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പം അല്ല, കുറച്ച് നാൾ മുമ്പ് എനിക്ക് കാര്യം മനസ്സിലായി. ഏട്ടനിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലും പറയാൻ പറ്റത്തില്ല. ഏട്ടനിപ്പം ഞാൻ വേണം താനും വീട്ടിൽ അവർ സേഫ് ആയിരിക്കണം. അച്ഛനമ്മക്കൊന്നും പറ്റൂല. എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്നാൽ ഇവർക്ക് എന്തെങ്കിലും ആയാലും ഏട്ടന് പ്രശ്നമല്ല. മനസ്സിലായ? അപ്പം ഞാൻ ഏട്ടൻ്റെ കൂടെ ഇറങ്ങി വരണം, ഇവരെ വെറുപ്പിച്ചിട്ട് ഏട്ടൻ്റെ കൂടെ എവിടെയാന്ന് വെച്ചാൽ ജീവിക്കണം. ഏട്ടൻ്റെ അച്ഛനമ്മേനെ സേഫ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇക്കാക്ക പറഞ്ഞ കാര്യം, ഏട്ടൻ ഇങ്ങോട്ട് വരുക, ഏട്ടൻ്റെ അമ്മേനെ അച്ഛനോട് പറയാ, സംസാരിക്കാം. പറ്റുമോ? എനിക്കിപ്പോ എന്തായാലും കല്യാണത്തിന് വയസ്സുമായി. അടിപൊളി. നീ കല്യാണം കഴിച്ചോ? ചെല്ലു, നീ കല്യാണം കഴിക്കുക. വേറെ ആരെങ്കിലും ഞാൻ വേറെ കല്യാണം